പാലിൻ ജോസ് പെരയാണ്. വിഷു എന്നത് ഓരോരുത്തർക്കും ഓരോ കൈനീട്ടമാണ്. അപ്പോൾ ഒരുപാട് പേർക്ക് കൈനീട്ടമായിട്ട് വിഷു സമാനമായിട്ട് വിഷുവിന് ഒരുപാട് സിനിമകൾ തിയേറ്ററിലുണ്ട്. അതേപോലെ തന്നെ എന്താ പറയുക, ബസൂക്കിയാണെങ്കിലും നമ്മുടെ ആലപ്പുഴ ജിങ്കയിലാണെങ്കിലും തിയേറ്ററിൽ പോയി കാണുക, വിശ്വാസം ആഘോഷിക്കുക. വേറൊരു പടം കൂടി വരുന്നുണ്ടല്ലോ, മരണമാസം വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും വിഷു കൈനീട്ടം നമ്മുടെ പ്രൊജക്റ്റും വരുന്നുണ്ട്. വിഷു കഴിയുമ്പോൾ ഗുലാന്തട്ടട, ചോലവിസ്കി, സിനിമാക്കാരൻഗിരി. അപ്പോൾ എന്തായാലും വിഷുവായിട്ട് ഒരുപാട് കൈനീട്ടം നിങ്ങൾക്ക് കിട്ടട്ടെ. കൈനിറയെ സമ്പാദ്യം ഉണ്ടാകട്ടെ. എല്ലാവർക്കും ഐശ്വര്യവും സമൃദ്ധിയും നിറഞ്ഞ ഒരുപാട് വിഷു എൻ്റെ എല്ലാവരും ആശംസകളും. വിഷു എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം കേൾക്കുന്നത് ഈ കണിക്കൊന്ന കഥ പറയുമ്പോൾ ഒരു 100 കഥ പറയണം. അത് നമുക്ക് ഗൂഗിളിൽ നോക്കി കിട്ടും. എനിക്ക് കണ്ടപ്പോ ഒരു എന്താ പ്രത്യേകത? കണിക്കൊന്നൊക്കെ എന്താ പ്രത്യേകത? എന്താ പ്രത്യേകത പറഞ്ഞാൽ കൃഷ്ണന്റെ കമ്മലാണ്. ഓക്കെ, ആയിക്കോട്ടെ. അപ്പൊ ആൾക്കാർ പറയുന്നത് കേട്ടല്ലോ. അപ്പൊ കൃഷ്ണന്റെ കമ്മൽ എന്നാണ് പറയുന്നത്. അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലാകാത്തവരത് ഉൾക്കൊള്ളുക. അപ്പോൾ എന്തായാലും ജാതിമതഭേദം തന്നെ എല്ലാവർക്കും വിഷുവിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. വിഷുക്കഞ്ഞി കുടിക്കുക, വിഷു ആഘോഷിക്കുക. ഓക്കെ, താങ്ക് യു.